ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഈ ഒരു ചാനൽ വീഡിയോ കിട്ടിയിട്ട് ചുമരാകെ വിഷമമായിരുന്നു. വീഡിയോ ഒന്നും ചെയ്യാനൊരു മനസ്സുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അറിയാലോ, നമ്മുടെ ചാനലിൽ 2 സ്ട്രൈക്കൊക്കെ വന്നു. എന്നാലും വീഡിയോ ഇടാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. സോ ഒരു നല്ല കഥയുമായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ്. ഒരു പഴയ ഗ്രാമം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. പെട്ടെന്ന് ആ ഗ്രാമത്തിൽ പല ആളുകളും മരണപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ആ നേരത്താണ് ഒരാൾ ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. പിന്നീട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ചുമതല അയാൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ആ നാട്ടിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനെ കാണാതായി. അങ്ങനെ ആ മകന്റെ റൂമിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന രക്തത്തുള്ളികൾ പരിശോധിച്ച സമയത്ത് ചില കാര്യങ്ങൾ കണ്ട് നമ്മുടെ കഥാനായകൻ ഒന്ന് ഞെട്ടിപ്പോവാണ്. ശരിയും ആ ഒരു ഗ്രാമത്തിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയണമെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു കഥയിലേക്ക് പോകണം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു മെഡിക്കൽ ടീമിനെ കാണിക്കുകയാണ്. അവരുടെ അരികിലേക്ക് ദേഹത്ത് 3 ബുള്ളറ്റ് കയറിയ ഒരു പട്ടാളക്കാരനെ കൊണ്ടുവരുന്നുണ്ട്. ജർമ്മൻ പട്ടാളക്കാരോട് പോരാടിക്കൊണ്ടിരുന്ന ഒരു ഫ്രഞ്ച് പട്ടാളക്കാരനെയായിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. വേഗം തന്നെ സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ടായിരുന്ന ബുള്ളറ്റുകൾ റിമൂവ് ആക്കി. പക്ഷെ അയാളുടെ ദേഹത്ത് നിന്നും ബുള്ളറ്റുകൾ എടുത്തപ്പോ 3 അല്ലായിരുന്നു, 4 എണ്ണം ഉണ്ടായിരുന്നു. 4ാമത്തെ ബുള്ളറ്റ് കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഒരു സിൽവർ കൊണ്ടുണ്ടാക്കിയ കുറച്ച് വലുപ്പമുള്ള ബുള്ളറ്റ്. ഇത് കണ്ട ആ ഒരു നഴ്സുമാര് തന്നെ ആകെ ഞെട്ടിപ്പോയി. ഇതെന്താ ജർമ്മൻകാര് ഇങ്ങനത്തെ ബുള്ളറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാളുടെ ദേഹത്ത് ഇത്രയും വലിയ ബുള്ളറ്റ് കയറിയത്? അതിനുള്ള ഉത്തരം അതറിയണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷം പിന്നിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷം പിന്നിലേക്ക് അങ്ങ് പോവുകയല്ലേ. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 35 വർഷങ്ങൾക്ക് മുന്നേ ഒരു വില്ലേജ് കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ വലിയൊരു വീടുണ്ട്. ആ നാട്ടിലെ ഒരു പ്രമുഖനാണ് ഈ വ്യക്തി. ഇയാളുടെ പേര് സെമസ് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇസബെല്ല, 2 മക്കളുണ്ട്. മൂത്തവൾ ഒരു പെൺകുട്ടിയാണ് ജുവാന്, ഇളയത് ഒരു ചെറുക്കനാണ് എഡ്വാർഡ്. മാത്രമല്ല ആ ഒരു വീട്ടിൽ ഒരുപാടധികം സെർവൻസും ഉണ്ട് കേട്ടോ. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന പുറമ്പോക്ക് ഭൂമിയുണ്ട്, വിശാലമായിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്ന് താമസം ആരംഭിക്കുകയാണ്. ആ നാട്ടിലെ നാടോടികളായിരുന്നു അവര് വിളിച്ചിരുന്നത് ജിപ്സികൾ എന്നാണ്. കുറെ നാളുകൾക്ക് മുന്നേ അവർ ഇവിടെയായിരുന്നു താമസിച്ചത്. കുറെ കാലം അവരെ കാണാനില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവരുടെ ലീഡർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ആണെങ്കിൽ അവരുടെ കുറച്ച് വെള്ളി നാണയങ്ങൾ അതൊരാളുടെ കയ്യിൽ കൊടുത്ത് അത് ഉരുക്കി കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഉരുക്കിയ ആ ഒരു വെള്ളി കൊണ്ട് ഒരു പ്രത്യേകതരം പല്ല് ആ സ്ത്രീ ഉണ്ടാക്കുന്നുണ്ട്. ചില മന്ത്രവാദങ്ങളും ആ ഒരു പല്ലിൽ ചെയ്യുന്നുണ്ട്. അതായത് ആ വസ്തു കാണുന്ന സമയത്ത് ഒരു പല്ല് സെറ്റ് ചെയ്തതുപോലെ തന്നെയാണ്. എന്നാൽ ഈ നാടോടികൾ ജിപ്സികൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു പൗരപ്രമുഖനുണ്ടല്ലോ, സെമസും അയാളുടെ കൂട്ടാളികളും. അപ്പൊ ഈ സെമസിന്റെ വീട്ടിൽ ഇവരെല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ഈ കാര്യം ഒളിച്ചിരുന്നുകൊണ്ട് സെമസിന്റെ മക്കളായിട്ടുള്ള ജുവാനും എഡ്വാർഡും കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് സെമസും അവന്റെ കൂട്ടുകാർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ നാടോടികൾ ജിപ്സികൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് ഒരു തരം വംശവെറിയാണ്. അവർ ഈ നാട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഭൂമി കൈയടക്കി കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ അവര് കാൽക്കീഴിലാക്കോ എന്നൊക്കെയുള്ള ഒരു തോന്നല്. എന്നാൽ ആ നാട്ടിലെ ചർച്ചിലെ ഫാദർ ഉണ്ടായിരുന്നു. ഫാദർ പറയുന്നത് പഴയൊരു കരാറുണ്ട്, അതായത് ആ ഭൂമി അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. എന്നാൽ സെമസും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും പറയാണ്, ഫാദറെ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ചു കളഞ്ഞേക്ക്. കാരണം നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ ജിപ്സികൾ അവിടെ ഉണ്ടാവില്ല. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം കാണിക്കുകയാണ്, ഒരു കൂട്ടം ആൾക്കാർ ആയുധങ്ങളുമായിട്ട് ജിപ്സികൾ ടെന്റ് അടിച്ച ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് അവരോട് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നുണ്ട്. ആ പാവങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പോയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അവിടെ നടന്നത് ഒരു നരനായാട്ടായിരുന്നു. കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഒരു നോട്ടവും ഇല്ലാതെ എല്ലാത്തിനെയും കൊന്ന് കൊല വിളിച്ച് അവരുടെ ടെന്റുകൾ മുഴുവനായിട്ടും തീയിട്ട് നശിപ്പിച്ച് എല്ലാവരെയും കൊന്നു തീർത്ത് അവരുടെ ആ ഒരു ശവങ്ങൾ നിരത്തി വെച്ച് എന്തോ മൃഗത്തിനെ വേട്ടയാടിയതുപോലെ അവരതിനു മുകളിൽ ഫോഴ്സ് ചെയ്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ്. പിന്നീട് അവസാനം ബാക്കി വന്നത് ജിപ്സികളുടെ ലീഡറായിട്ടുള്ള ആ ലേഡിയും അതുപോലെ തന്നെ അവരുടെ കൂടെ ആളുമായിരുന്നു. ആ 2 പേർക്കും കൊടൂരമായിട്ടുള്ള ശിക്ഷ ഇവർ കൊടുക്കുകയാണ്. മാത്രമല്ല ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ 2 കൈയും വെട്ടി തോട്ടത്തിലൊക്കെ പാവകളെ കുത്തിവെക്കില്ലേ, അതുപോലെ ആ ഒരു മനുഷ്യന് കുത്തി നാട്ടി വെക്കുകയാണ്. അധികം വൈകാതെ അയാൾ മരിച്ചുപോയി. പിന്നീട് ആ സ്ത്രീയുടെ കയ്യിൽ ഒരു പല്ല് പോലെ ഈ വെള്ളി കൊണ്ടുണ്ടാക്കിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആ കൂട്ടത്തിൽ ഒരാൾ എടുത്തപ്പോ മറ്റേ ആൾ പറയണത്, ഏയ് ഇവരുടെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അത് അവർക്ക് തന്നെ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ അത് കൊടുത്ത് അവിടെ ഒരു കുഴി തോണ്ടി ആ സ്ത്രീയെ ജീവനോടെ അതിൽ കുഴിച്ചു മൂടുകയാണ്. ആ മണ്ണെടുത്ത സമയത്ത് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഈ ചെയ്തതിന് ഒരു നാൾ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ എല്ലാവരും അനുഭവിക്കും. അങ്ങനെ ഒരുപാട് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ മരണപ്പെട്ടു പോകുന്നത്. ഇതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെമസ് ഉണ്ടല്ലോ, അയാളുടെ മൂത്ത മകളായിട്ടുള്ള ജുവാനെ കാണിക്കുകയാണ്. രാത്രി ആയപ്പോ ആ ഒരു ചോളത്തോട്ടത്തിലേക്ക് അവൾ പോകുന്നുണ്ട്. എന്തിനാണ് അവൾ പോകുന്നത് എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ആ തോട്ടത്തിലാണല്ലോ ആ ഒരു മനുഷ്യന്റെ 2 കയ്യ് വെട്ടി ഒരു നോക്കുകുത്തിയെ പോലെ നാട്ടി വെച്ചിരിക്കുന്നത്. എന്തായാലും അതിനരികിലേക്ക് അവൾ വന്ന സമയത്ത് അതിന്റെ ആ ഒരു തല പെട്ടെന്ന് തിരിയാണ്. എന്നാൽ അതൊന്നും വലിയ കാര്യമാക്കാതെ അവിടെ താഴെ മണ്ണ് അവൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമല്ലേ. പെട്ടെന്ന് അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ ജുവാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതെന്തൊരു സ്വപ്നമാണ്, ഇതെന്താ ഞാൻ ഇങ്ങനെ കണ്ടേന്നൊക്കെ. ഇതിനുശേഷം
അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പട്ടണം കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് പുറംനാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഇയാളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഐസക്. ഐസക് ഈ നാട്ടിലേക്ക് വന്നത് ഈ നാട്ടിൽ ഒരുപാട് ജിപ്സികളുണ്ട് അവരന്വേഷിച്ചാണ്. കാരണം ഈ ജിപ്സികൾക്ക് വൈദ്യപരമായിട്ടുള്ള ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് വന്നത്. എന്നാൽ ഈ നാട്ടിലേക്ക് വന്ന് ജിപ്സികളെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഒരാളെ പോലും കണ്ടെത്താനായില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ഇത് ചോദിക്കുന്നുണ്ട്. അയാൾക്ക് പറയാൻ പറ്റുമോ? അയാളും കൂടെ ചേർന്ന നാട്ടുകാർ ചേർന്ന് തന്നെയാണ് ജിപ്സികളെ മുഴുവനായിട്ടും ഇല്ലാതാക്കിയത്. സോ ജിപ്സികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഐസക്കിനോട് ആ ഒരു റിസപ്ഷനിസ്റ്റും പറഞ്ഞില്ല. പിന്നീട് ഈ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, ഇയാൾ വഴി ആ നാട്ടിലെ ഇൻസ്പെക്ടർ ഇതുപോലെ ജിപ്സികൾ അന്വേഷിച്ച ഒരാൾ വന്നു എന്ന് കേട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസക്കിന്റെ അടുത്തേക്ക് ഈ ഇൻസ്പെക്ടർ വരികയാണ്. എന്നാൽ ഈ ഇൻസ്പെക്ടർക്ക് നേരത്തെ തന്നെ ഐസക്കിന് അറിയായിരുന്നു. അപ്പൊ നീ എന്തിനാ ഐസക്കെ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഐസക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ കുറെ ജിപ്സികൾ ഉണ്ടായിരുന്നില്ലേ, അവരിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ. ഓ അതിനായിരുന്നു. അവരിവിടെ ഒന്നും ഇല്ല കേട്ടോ എന്ന് നുണ പറയാണ് ഇപ്പൊ ഇൻസ്പെക്ടർ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് സെമിസ് ഉണ്ടല്ലോ, അയാളുടെ മകളായിട്ടുള്ള എഡ്വാർഡ് ഒരു കാര്യമില്ലാതെ ആ ചോളത്തോട്ടത്തിലേക്ക് പോവാണ്. അവിടെയാണല്ലോ ആ ഒരു കൊന്ന മനുഷ്യനെ കൊണ്ടുണ്ടാക്കിയ ആ ഒരു നോക്കൂത്തിയുള്ളത്. അതിനരികിലേക്ക് ചെന്നിട്ട് എന്താണ് നമ്മുടെ ജുവാൻ ചെയ്തത് അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് അവൻ മാന്തുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. അതായത് ജിപ്സികളുടെ ആ ഒരു ലീഡർ ആയിട്ടുള്ള സ്ത്രീ തന്നെ ഒരു വല്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ എഡ്വാർഡ് ഉറക്കനെ കരയാണ്. പെട്ടെന്ന് അവിടുത്തെ ആ ഒരു സീൻ മുഴുവനായിട്ട് മാറി. നോക്കുമ്പോ എന്താ, എഡ്വാർഡ് ഉറക്കത്തിൽ വീടിന് പുറത്തേക്ക് വന്ന് അവിടെ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടതും പിന്നീട് കരഞ്ഞതും. ഈ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. പിന്നെ എല്ലാവരും വിചാരിച്ചു ചെറുക്കൻ എന്തോ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്ന് എന്തോ ദുസ്വപ്നം കണ്ട് പേടിച്ചതാണെന്ന്. വരാനിരിക്കുന്ന അപകടം എന്താണെന്ന് ഇവരാരും അറിയുന്നില്ല കേട്ടാ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ നാട്ടിലെ കുറച്ച് കുട്ടികൾ, ആ കൂട്ടത്തിൽ കുറച്ച് വലുപ്പമുള്ള ഒരുത്തനുണ്ട്, ടോമി. ഈ ടോമിയാണ് ബാക്കിയുള്ള പിള്ളേരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു തോട്ടത്തിലേക്ക്. അവിടെയാണ് ആ ഒരു നോക്കുകൂത്തിയുള്ളത്. ഇതൊരു സ്വപ്നമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ടോമിയുടെ കൂടെ ഈ സെമിസിന്റെ മക്കളായിട്ടുള്ള ജുവാനും ഉണ്ട്, എഡ്വാർഡും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഒരു പേടി തോന്നുന്നുണ്ട്. കാരണം കുട്ടികളോട് ആരോടും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലെന്ന് അവരുടെ വീട്ടുകാരും മുതിർന്നവരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തിനാ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വന്നേന്നറിയോ? ഇപ്പൊ ടോമി ആ പിള്ളേരോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോന്ന്. ആ കൂട്ടത്തിലെ മിക്ക കുട്ടികളും കൈവന്തിക്കുകയാണ്. അതായത് നമ്മുടെ ജുവാനും എഡ്വാർഡും കണ്ട അതേ സ്വപ്നം ഈ നാട്ടിലെ എല്ലാ പിള്ളേരും കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആ ഒരു ചെറിയ ചെറുക്കൻ എഡ്വാർഡിന് പേടിയാവാണ്. അല്ല ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ, തിരിച്ചു പോയിക്കൂടെ? അപ്പൊ ടോമി പറയാണ്, ഇപ്പൊ പോവാനൊന്നും പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇടയിൽ ഒരു സീക്രട്ട് ആണിത്. ഇത് വേറെ ആരോടും നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. എന്തായാലും സ്വപ്നത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെ നമുക്കൊന്ന് കുഴിച്ചു നോക്കാം, എന്താണ് ഇവിടെ ഉള്ളതെന്നൊന്ന് അറിയണല്ലോ. അങ്ങനെ ടോമി അവിടെ കുഴിച്ചു നോക്കുകയാണ്. ഒരു പയ്യൻ പിടിച്ചു നോക്കാൻ വന്നപ്പോൾ അവനെ തള്ളി മാറ്റി അവിടെ കുഴിച്ചു നോക്കിയ സമയത്ത് അവനൊരു ഡബ്ബ കിട്ടുകയാണ്. ആ ഡബ്ബയുടെ ഉള്ളിൽ ജിപ്സികളുടെ ലീഡർ ആയിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടാക്കി വെച്ച ആ ഒരു പല്ല് സെറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അത് കൈകളിലേക്ക് എടുത്ത പാട് ടോമിയുടെ കൺട്രോള് നഷ്ടാവുകയാണ്. അവൻ പോലും അറിയാതെ ആ പല്ലുകൾ അവനെടുത്ത് അവന്റെ വായിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ? നമ്മുടെ ചെറിയ ചെറുക്കനായിട്ടുള്ള എഡ്വാർഡിന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ കഴുത്തിൽ ഒരേറ്റ കടിയാണ്. ഇത് കണ്ട് പേടിച്ച് എല്ലാ പിള്ളേരും ഓടുകയാണ്. കൂട്ടത്തില് നമ്മുടെ ജുവാനും അവിടുന്ന് ഓടി വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ എഡ്വാർഡിനെ എന്തോ ഒരു മൃഗം കടിച്ചു എന്ന് പറയാണ്. ജോലിക്കാരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. കടിയേറ്റ് കിടക്കുന്ന നമ്മുടെ എഡ്വാർഡിനെ അവര് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ജുവാൻ ആരോടും പറയുന്നില്ല. അധികം വൈകാതെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഇതേതോ മൃഗം കടിച്ചതാണ്, പക്ഷെ എന്ത് മൃഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ജുവാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. കാരണം ടോമി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യമൊന്നും ആരും അറിയാൻ പാടില്ല എന്ന്. എന്തായാലും ജുവാൻ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. രാത്രിയായ സമയത്ത് അവൾ വീണ്ടും ആ ഒരു ദുസ്വപ്നം കാണാൻ ആരംഭിക്കുകയാണ്. ഇത്തവണ ആ ഒരു നോക്കുകുത്തി വെറും നോക്കുകുത്തിയല്ല, ഒരു മനുഷ്യനെ കൊന്നുണ്ടാക്കിയ ആ ഒരു നോക്കുകുത്തി അത് അവളെ വന്ന് പിടിക്കുന്നത് പോലെ സ്വപ്നം കാണുകയാണ്. ഞെട്ടി എഴുന്നേറ്റ് ഇപ്പൊ ജുവാൻ വിചാരിക്കുകയാണ്, എന്തോ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നേ, സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി. അങ്ങനെ അർദ്ധരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയ സമയത്ത് അവൾ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതായത് അനിയനായിട്ടുള്ള എഡ്വാർഡിന്റെ റൂമിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ചെറുക്കൻ അബോധാവസ്ഥയിലാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അവന്റെ പുതപ്പിനടിയിൽ നിന്നും എന്തൊക്കെയോ എഴയുന്നത് പോലെ അവൾക്ക് തോന്നി. പതിയെ ചെന്ന് ആ പുതപ്പ് മാറ്റി നോക്കിയപ്പോ അവളാകെ ഞെട്ടിപ്പോവാണ്. മരത്തിന്റെ വേരുകൾ പോലെ എന്തോ ഒന്ന് അവന്റെ ദേഹം മുഴുവനായിട്ട് ചുറ്റി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ നമ്മുടെ ജുവാൻ ഓടിച്ചെന്ന് അമ്മയും അച്ഛനെയും ജോലിക്കാരി എല്ലാവരെയും വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ആ ബെഡിൽ നമ്മുടെ എഡ്വാർഡ് ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രധാന ഡോറെല്ലാം തുറന്നു കിടക്കുകയാണ്. അതായത് എഡ്വാർഡ് രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏരിയ, കാട് ഇതെല്ലാം മുഴുവനായിട്ട് മരിച്ചു പെറുക്കുകയാണ്. എന്നിട്ടും എഡ്വാർഡിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ വിഷമത്തിലായത് എഡ്വാർഡിന്റെ അമ്മയായിട്ടുള്ള ഇസബെല്ലയാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജുവാനും ഉണ്ട്. ചില സംഭവങ്ങളൊക്കെ അവള് മറച്ചു വെക്കുന്നുണ്ടല്ലോ, അത് ആരോടും പറയാത്തത് കൊണ്ട് ഉള്ളിലൊരു കുറ്റബോധമുണ്ട്, അനിയനെ കാണാതായതിലുള്ള വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് പാവം ജുവാന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനുശേഷം ആ നാട്ടിലെ ഇൻസ്പെക്ടറെ കാണിക്കുകയാണ്. ഇയാളുടെ കൂടെയാണല്ലോ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഐസക് ഇപ്പൊ ഉള്ളത്. ഐസക്കിനോട് എന്തായാലും ഇൻസ്പെക്ടർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറുക്കനെ കാണാതായിട്ടുണ്ട്, ഒരു പ്രധാന കുടുംബത്തിലെ ആളാണ്, പറ്റുവാണെങ്കിൽ അവനൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കോ. അതുപോലെ തന്നെ ഈ ജിപ്സികളും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ അന്വേഷണം
അന്വേഷണത്തിൽ നമുക്കത് കണ്ടുപിടിക്കും കൂടെ ചെയ്യാം. എന്തായാലും എഡ്വാർഡിനെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കാന്ന് ഐസക് പറയാണ്. ഇതേ നേരം തന്നെ ജുവാനെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ മാനസിക വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ നേരെ ചർച്ചിലേക്ക് പോണ്. ഓൾറെഡി ആ ചർച്ചിൽ ടോമി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആ ഒരു വെള്ളിപ്പല്ല് സെറ്റ് കയ്യിൽ കിട്ടിയ സമയത്ത് എന്തൊക്കെയോ ചെയ്തു കുട്ടിയില്ലേ ആ പയ്യൻ തന്നെ. ഇപ്പൊ അവന് കണ്ടപാട് തന്നെ ജുവാൻ ചോദിക്കുന്നുണ്ട്, ടോമി നീ എന്താ ചെയ്തത്? എന്തിനാ ആ പല്ല് നിന്റെ വായിൽ വെച്ച് നീ എന്റെ അനിയനെ കടിച്ചത്? ഇപ്പൊ ടോമി പറയാണ്, സത്യം പറയാ ജുവാനെ, അത് കയ്യിൽ കിട്ടിയപ്പോ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ചെയ്തു പോയതാ. എന്തായാലും എന്റെ അനിയൻ ഇപ്പൊ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ജുവാൻ ഭയങ്കര സങ്കടപ്പെട്ട് അവനോട് സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ജുവാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ടോമിക്കാണെങ്കിൽ ഭയങ്കര വിഷമാവുകയാണ്. എഡ്വാർഡിനെ കാണാതായതിൽ എനിക്കൊരു പങ്കുണ്ടല്ലോ. അതുപോലെ അവന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിളിലെ ഒരു വാക്യം അവൻ വായിക്കുന്നുണ്ട്. അതായത് 30 വെള്ളിക്കാശിന് വേണ്ടി ജീസസിനെ അവൻ ഒറ്റുകൊടുത്തില്ലേ യൂദാസ്. അപ്പൊ അതുപോലെ എന്തോ ഒരു ശാപമാണ് ഇത് എന്ന് ടോമി സ്വയം വിചാരിക്കുകയാണ്. കാരണം ആ ഒരു പല്ല് സെറ്റ് വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. പിന്നീട് ആ ഒരു വിഷമവും ടെൻഷനും സ്ട്രെസ്സും ഇതെല്ലാം കാരണം അവൻ അവിടെ നിൽക്കാൻ പറ്റാതെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഓടി 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 കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോ അങ്ങ് ദൂരെ ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോ അത് നമ്മുടെ എഡ്വാർഡ് ആയിരുന്നു. ടോമി പറയണേ, എഡ്വാർഡെ നീ എങ്ങനെ അവിടെ എത്തിയത്? നിൽക്കുന്നു പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ പോവാണ് ഇപ്പൊ ടോമി. എന്നാൽ എഡ്വാർഡ് അവിടെ നിൽക്കുന്നൊന്നുമില്ല. അവൻ എങ്ങോട്ടോ കാടിനുള്ളിലേക്ക് പോവാണ്. കാടിനുള്ളിലേക്ക് ഇപ്പൊ ടോമിയും വന്നു. എന്നിട്ടും എഡ്വാർഡിനെ കണ്ടില്ല. അവിടെ മുഴുവനായിട്ടും തപ്പി നടക്കുമ്പോ എന്താണെന്നറിയില്ല എന്തോ ഒരു മൃഗം വന്ന് അവനെ മാന്തി ഓടുകയാണ്. വല്ലാണ്ട് പേടിച്ചു പോയ ഈ ടോമി ആണെങ്കിൽ ദേഹത്ത് മുറിവായിട്ടുണ്ട്, രക്തം ഒലിക്കുന്നുണ്ട്. അവൻ അവിടെ കണ്ട ചെറിയൊരു കുടിലുണ്ടായിരുന്നു, അതിനുള്ളിൽ കയറി ഒളിക്കുകയാണ്. ആ നേരം ബൈബിളിൽ അവൻ വായിച്ച ആ പേപ്പറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതേ നേരം തന്നെ ആ ഒരു ജീവി വന്ന് അവിടെ വെച്ച് ടോമിയെ കൊന്ന് കൊലവിളിക്കുകയാണ്. ആ പാവം ചെറുക്കന്റെ അലർച്ച മാത്രമാണ് പിന്നീട് കേട്ടത്. ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള ഐസക്കിനെ കാണിക്കുകയാണ്. ഐസക്കും അതുപോലെ തന്നെ ഇൻസ്പെക്ടറും കൂടെ സെമസിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സെമസിന് പിന്നീട് ഐസക്കിനെ ഈ ഒരു ഇൻസ്പെക്ടർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡുള്ള ഒരാൾ തന്നെയാണ്. ഇദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും എന്നിങ്ങനെ ഈ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഇപ്പൊ സെമസ് പറയണ, എന്തായാലും നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമാണ്. കാരണം ഒരു സംഭവം ഇപ്പൊ കുറച്ചു മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ടോമി മരണപ്പെട്ട ആ ഒരു വിവരം ഇവരറിഞ്ഞിട്ടുണ്ട്. നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇൻസ്പെക്ടർ ഇപ്പോൾ ആ ഒരു പഴയ കുടിലിനുള്ളിലേക്ക് കയറി അവന്റെ ആ ഒരു ബോഡി കണ്ട് ഓക്കാനം വന്ന് പുറത്തേക്ക് വരികയാണ്. കാരണം ആ ഒരു ചെറുക്കന്റെ ശരീരം അങ്ങനെ മാന്തി പൊളിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും ആ ശരീരം നോക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ഐസക് തന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചുറ്റും പരിശോധിച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന്. നോക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിളിന്റെ ആ ഒരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വാക്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ശാപവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇതെടുത്ത് പുറത്തേക്ക് വന്ന് ഐസക് ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു ചെന്നായ അറ്റാക്ക് ചെയ്തതാണ്. ഈ പ്രശ്നം കൂടെ ആയതോട് കൂടിയിട്ട് നാട്ടുകാരെല്ലാവരും അസ്വസ്ഥരാവുകയാണ്. പ്രത്യേകിച്ച് സെമസ്. ഈ നാട്ടിലേക്ക് എന്തോ ഒരു വലിയ ദുരന്തം അത് വരാനിരിക്കുന്നുണ്ട്. അതിന് തടുക്കണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം. നിങ്ങൾ വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്നോ അവിടെ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിക്കോ. അങ്ങനെ സെമസ് ഇപ്പോൾ ഐസക്കിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ താമസിപ്പിക്കുകയാണ്. പിന്നീട് എഡ്വാർഡിന്റെ റൂമിലേക്ക് വന്ന് ഐസക് മുഴുവനായിട്ടും അവിടെ അരിച്ചു പിറകുന്നുണ്ട്. പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും അന്ന് രാത്രി ഐസക് അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. ആ നേരം അവനൊരു ദുസ്വപ്നം കാണുന്നുണ്ട്. എല്ലാവരും കാണുന്നത് പോലെ ആ സ്വപ്നം തന്നെ ചോളക്കാട്ടിലേക്ക് വരികയാണ്. അവിടെ കുത്തിവെച്ച ആ ഒരു നോക്കുകുത്തി അതിനരികിലേക്ക് വന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ അവിടുത്തെ മണ്ണ് മാന്തി ആ സമയത്ത് ഒരു ഡബ്ബ കിട്ടുകയാണ്. അതിനുള്ളിൽ ഒരു സിൽവറിന്റെ പല്ല്. എല്ലാവരും ആ ഒരു സ്വപ്നത്തിൽ ഇത് കാണുമ്പോഴേക്കും പേടിച്ച് എഴുന്നേൽക്കലാണ്. എന്നാൽ ആ പല്ല് കിട്ടിയ സമയത്ത് ഐസക് വീണ്ടും വീണ്ടും മാന്താണ്. അപ്പോ ഒരു തലയോട്ടി കാണുന്നുണ്ട്. അവനാകെ ഞെട്ടിപ്പോയി. അതേ നേരം തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകളും നിൽക്കുന്നതായിട്ട് കാണുകയാണ്. പിന്നീട് തൊട്ടു മുന്നിലേക്ക് നോക്കിയപ്പോൾ ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നോക്കൂത്തിയെ കാണാനില്ല. പിന്നീട് ആ സ്ത്രീയുടെയും മകളുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആ നോക്കൂത്തി ആ ഒരു ഭീമാകാരമായ രൂപം അവരുടെ അരികിൽ നിൽക്കുകയാണ്. ടപ്പേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഐസക്കിന്റെ മുന്നിലേക്ക് ആ രൂപം വീണ്ടും വരികയാണ്. ഇപ്പോഴാണ് സ്വപ്നത്തിൽ നിന്നും ഐസക് ചാടി എഴുന്നേൽക്കുന്നത്. എന്തൊരു വൃത്തിയായിട്ട സ്വപ്നാണിത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊന്നും ഐസക് കാണുന്നത് തന്നെ. പിന്നീട് വേഗം എഴുന്നേറ്റ് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാണ്. അപ്പൊ തന്നെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടു. ഒരു ലേഡിയും അതുപോലെ തന്നെ അവരുടെ മകളും. അത് മറ്റാരുമല്ല ഐസക്കിന്റെ ഫാമിലി ഫോട്ടോ ആയിരുന്നു. പക്ഷെ അവരിപ്പോ ഐസക്കിന്റെ കൂടെ ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ രാത്രിയിൽ അവൻ അതിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ വീടിനുള്ളിൽ നിന്നും ശക്തമായ സംസാരം കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോൾ അത് ആ വീട്ടിലെ സെമസ് അതുപോലെ തന്നെ ഇസബല്ല രണ്ടുപേരും വഴക്കിടുന്നതായിരുന്നു. അതായത് മകനായിട്ടുള്ള എഡ്വാർഡിനെ കാണാതായല്ലോ അതിന്റെ പേരിലാണ്. അപ്പൊ അധിക നേരം അവിടെ നിൽക്കാതെ ഐസക് അവന്റെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം തന്നെ കാണാതായി നമ്മുടെ എഡ്വാർഡിന്റെ റൂമിൽ ചെന്ന് അവിടെ കുറച്ച് രക്തത്തിന്റെ സാമ്പിളൊക്കെ ഉണ്ടായിരുന്നു. ആ സാമ്പിൾ എടുത്ത് ഐസക് അത് നന്നായിട്ട് പരിശോധിച്ച് നോക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു റിസൾട്ട് കണ്ട് ഐസക് ഒന്ന് ഞെട്ടിപ്പോവാണ്. കാരണം ഒരു സാധാരണ മനുഷ്യന്റെ രക്തം പോലെ ആയിരുന്നില്ല അത്. മറ്റേതോ രീതിയിൽ എഡ്വാർഡിന്റെ രക്തം മാറിയിരിക്കുന്നു. അതേ നേരം തന്നെ ഐസക് എന്തോ ഒരു ശബ്ദം കേട്ട് ജനാലയുടെ ആ ഒരു വിരി മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോ എന്തോ ഒരു രൂപം അവന് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഐസക് ഞെട്ടിപ്പോയി. വേഗം തന്നെ സെമസിനെ വിളിക്കാൻ ആയുധം എടുത്ത് പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ആയുധവുമായിട്ട് ഇവർ പുറത്തേക്ക് വന്നപ്പോ പ്രത്യേകിച്ച് ഒന്നിനെയും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഐസക് അപ്പൊ തന്നെ വാണിംഗ് കൊടുക്കുകയാണ്. ഇവിടെ മറ്റെന്തോ ഒന്നുണ്ട്, സംതിങ്, ഒരു പ്രത്യേകതരം ജീവി തന്നെ. അതുകൊണ്ട് നാളെ തന്നെ ഒരു വേട്ടക്കാരുടെ ഗ്രൂപ്പിനെ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയണം. തീർച്ചയായിട്ടും ഞാനത് സെറ്റാക്കാന്ന് ഇപ്പൊ സെമസും പറയുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിലെ എല്ലാവരെയും, അതായത് പ്രധാനപ്പെട്ട എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടാം, നമുക്ക് ചില
കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ ആ നാട്ടിലെ എല്ലാവരും വന്നു. അപ്പൊ എല്ലാവരോടും നമ്മുടെ ഐസക് ഒരു കാര്യം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വേട്ടക്കാരുടെ ഒരു ഗ്രൂപ്പ് കാട്ടിലേക്ക് പോകണം, നമ്മൾ വേട്ട ആരംഭിക്കണം. എന്നാൽ ഐസക് പുറത്തുനിന്ന് വന്ന ആളാണ്. ഈ നാട്ടുകാരല്ലേ, അവരുടെ ആ ഒരു സ്വഭാവം വെച്ച് ഒരിക്കലും അവൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ പറയാ നീ ആരടാ എന്നൊരു ഭാവത്തിൽ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഐസക് ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ ഇതുപോലെയുള്ള പല അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം അപകടകരമായ കാര്യം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും ഐസക് പറഞ്ഞതുപോലെ ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്തായാലും അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വേട്ടക്കാരുടെ ഗ്രൂപ്പുമായിട്ട് കാട്ടിലേക്ക് പോകണം. ഓക്കെ, അത് ശരി, അത് ഫസ്റ്റത്തെ കാര്യം തന്നെ. എന്നാൽ എല്ലാ നാട്ടുകാരോടും പറയണം, ഈ ഒരു സന്ധ്യാസമയം കഴിഞ്ഞാൽ ആരും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കരുത്, എല്ലാവരും വീട്ടിൽ തന്നെ നിന്നോണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിവിടെ ചർച്ച ചെയ്യുന്ന ഇതേ നേരം തന്നെ കാട്ടിലേക്ക് മറ്റെന്തോ ചില ആവശ്യങ്ങൾക്കായിട്ട് ഒരു 3 പേര് പോകുന്നുണ്ട്. ഒരു ലേഡിയും അതുപോലെ തന്നെ 2 ആണുങ്ങളും. ചിലപ്പോൾ വല്ല വിറക് വെട്ടാനും പോയതായിരിക്കും. എന്തായാലും അങ്ങനെ കാട്ടിലേക്ക് പോയപ്പോൾ 3 പേരും എന്തോ ഒരു ശബ്ദം കേട്ട് പല ഭാഗത്തേക്ക് ഇവരങ്ങനെ നോക്കുകയാണ്. പിന്നീട് ആ ഒരു പെൺകുട്ടി ഈ 2 ആൾക്കാരെ നോക്കുമ്പോൾ 2 പേരെയും കാണാനില്ല. അവരുടെ പേര് വിളിച്ച് നിങ്ങൾ എവിടെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ അതിലൂടെ അവർ നടക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു തന്നെ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു ജീവി കടിച്ച് വലിക്കുന്നത് അവൾ കാണുക. ഞെട്ടി വിറച്ച് അവൾ ഓടുന്ന സമയത്ത് അവളുടെ പിന്നാലെ വന്ന് ആ ജീവി അവളെയും ആക്രമിക്കുകയാണ്. അപ്പൊ ആ 3ാമത്തെ ആളുണ്ടല്ലോ, അവൻ വന്ന് ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ആ ജീവിയുടെ കയ്യിൽ അവൻ പെട്ടുപോയി. എന്തായാലും ചോരയൊലിപ്പിച്ച ദേഹവുമായിട്ട് അവൾ നേരെ ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന് നാട്ടുകാരോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. വേഗം തന്നെ ആ പെൺകുട്ടി വീട്ടിലേക്കാക്കുകയാണ്. പിന്നീട് കാണാതായ ആ 2 ആൾക്കാർ അവരെ തേടി കാട്ടിലേക്ക് പോയപ്പോൾ അവരുടെ മൃതദേഹം കിട്ടിയില്ല, പകരം അവരുടെ വസ്തുക്കൾ മാത്രം കിട്ടി. എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ എന്തായാലും ആ പെൺകുട്ടിയോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഐസക്കും ഒരു ടീമും കൂടെ അവളുടെ അടുത്തേക്ക്, അതായത് അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ മുറിയിൽ അവളില്ലായിരുന്നു, അവളും മിസ്സിംഗ് ആണ്. ടോട്ടലി ഇതെല്ലാം കണ്ട സമയത്ത് ഐസക്കിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല, വളരെ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട എന്തോ ഒന്ന് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. പിന്നെ ഒരു കാര്യം ചെയ്യുക, പെൺകുട്ടികളെയും അതുപോലെ തന്നെ പ്രായമായവരെയും എല്ലാവരും വേഗം ചർച്ചിലേക്ക് വിടുക. എല്ലാവരും സേഫ് ആയിട്ട് അതിനുള്ളിൽ ഇരിക്കട്ടെ, ആരും പുറത്തേക്ക് വരാൻ പാടില്ല. ആയുധമേന്തിയ കുറച്ച് ആളുകൾ മാത്രം പുറത്തേക്ക് വന്നാൽ മതി എന്ന് ഇപ്പൊ ഐസക് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ആ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അതായത് അവളുടെ മനസ്സോട് കൂടിയിട്ട് അവൾ പോയതല്ല, ഏതോ ഒരു ശക്തി അവളെ കാട്ടിലേക്ക് പിടിച്ചു വലിച്ചതാണ്. എന്നിട്ടിപ്പോ അവളുടെ ദേഹം ഒന്ന് നോക്കിയേ, അന്ന് നമ്മുടെ എഡ്വാർഡിന്റെ ദേഹത്തു നിന്നും എന്തൊക്കെയോ മുളച്ചു വന്നില്ലേ, അതുപോലെ അവളുടെ ദേഹത്തു നിന്നും മരം പോലെ അതിന്റെ വേര് പോലെ എന്തൊക്കെയോ പുറത്തേക്ക് വരികയാണ്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കാട്ടിലുണ്ടായിരുന്ന ഒരു തടാകത്തിലേക്ക് അവൾ എടുത്തു ചാടുകയാണ്. ആ വെള്ളത്തിൽ വെച്ച് അവളുടെ ശരീരം പൂർണ്ണമായിട്ട് മാറുകയാണ് ഇപ്പോ. അതെ, ഈ നാട്ടിലെ ആൾക്കാർ ചെയ്ത ഒരു വലിയ ക്രൂരതയുടെ ഫലം അവരിനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്താണെന്ന് പോലും മനസ്സിലാകാത്ത എന്തോ ഒരു വലിയ ശാപം. എന്തായാലും ചെറിയ ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്നവരെ വേഗം തന്നെ ചർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സെമസിന്റെ വീട്ടിലാണല്ലോ നമ്മുടെ ഐസക് ഉള്ളത്. അപ്പോ സെമസിന്റെ ഭാര്യയായിട്ടുള്ള ഇസബെല്ലുമായിട്ട് ഐസക് സംസാരിക്കുകയാണ്. അതായത് ഐസക്കിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഇതുപോലുള്ള എന്തോ ഒരു ഭീകര ജന്തുക്കൾ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കിയതാണ്. അന്ന് ആ സമയത്ത് ആ നാട്ടിൽ ജിപ്സികൾ ഉണ്ടായിരുന്നു. അതായത് അവർക്കറിയാവുന്ന എന്തോ ഒരു കാര്യം ഇതിന് പിന്നിലുണ്ട്. അപ്പൊ തന്റെ മകളുടെയും ഭാര്യയുടെയും മരണത്തിന് കാരണമായ ആ ഒരു ഭീകര ജന്തു, അതിന്റെ രഹസ്യം അറിയണമെങ്കിൽ ജിപ്സികളുടെ അടുത്തേക്ക് വരണം. അതുകൊണ്ടാണ് ആ ജിപ്സികളെ തേടി ഇങ്ങോട്ടേക്ക് ഐസക് വന്നത്. എന്നാൽ ഈ നാട്ടിലേക്ക് എത്തിയ സമയത്ത് ഒരു ജിപ്സിയെ പോലും അവന് കാണാൻ പറ്റിയില്ല. ജിപ്സികൾ എന്നത് ആ ഒരു നാടോടികളാണ് കേട്ടോ. തുടക്കത്തിൽ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളഞ്ഞ ആ ഒരു കൂട്ടം ആൾക്കാർ തന്നെ. എന്നാൽ ഈ സമയത്താണ് ഈ നാട്ടിൽ നടന്ന നമ്മുടെ ഐസക് ഇതുവരെയായിട്ടും അറിയാത്ത ആ ഒരു കാര്യം ഇസബെല്ല അവനോട് പറയുന്നത്. പൂർണ്ണമായിട്ടും പറയാൻ പറ്റിയില്ല. അതിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അങ്ങോട്ടേക്ക് സെമസ് വരുന്നുണ്ട്. ഇസബെല്ല, നീ എന്താ ഇവിടെ കാണിക്കുന്നത്, ഇവിടുന്ന് പോന്ന് പറയാണ്. അതായത് പൂർണ്ണമായിട്ടും സംസാരിക്കാൻ ഇസബെല്ലയെ സെമസ് സമ്മതിച്ചില്ല. പിറ്റേ ദിവസം ആയ സമയത്ത് നമ്മുടെ ഐസക് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോവാണ്. അവിടെ കുറെ കുഴികളൊക്കെ കുഴിച്ച് എന്തൊക്കെയോ വലിയ കെണികൾ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് അവൻ ചെറുതായിട്ടൊന്ന് മയങ്ങി പോകുന്നുണ്ട്. ആ നേരം വീണ്ടും അവൻ ആ ഒരു സ്വപ്നത്തിലേക്ക് പോവാണ്. ആ ചോളത്തിന്റെ തോട്ടം, അതുപോലെ തന്നെ ആ ഒരു നോക്കുകുത്തി. അവൻ ഇപ്പോഴും അറിയാത്തൊരു കാര്യം, ആ ഒരു നോക്കുകുത്തി വെറും ഒരു നോക്കുകുത്തി പാവയല്ല, ജീവനുള്ള ഒരു മനുഷ്യനെ കൊണ്ടുണ്ടാക്കിയതാണത്. അതേ നേരം തന്നെ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീയും കുഞ്ഞിനെയും കാണുകയാണ്. അത് മറ്റാരുമല്ല, അവന്റെ ഭാര്യ തന്നെയാണ്. സോ ഈ ഒരു കാര്യം കണ്ട് അവൻ പെട്ടെന്ന് കണ്ണു തുറക്കാണ്. ഇതേ നേരം തന്നെ ചെറിയൊരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അതായത് കെണി വെച്ച് അവൻ കാത്തിരുന്നല്ലോ ആ ഒരു ഭീകര ജന്തുവിനെ പിടിക്കാനായിട്ട് ആ ജീവി ഇങ്ങോട്ടേക്ക് വന്നു എന്ന് അവന് മനസ്സിലായി. വേഗം തന്നെ ഗണ്ണെടുക്കുകയാണ്. ഇപ്പൊ അവന് നേരെ ആ ഒരു ജീവി വരുന്നുണ്ട്, അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും അത് വന്ന് ഐസക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നിലേക്ക് വലിഞ്ഞ ഐസക്ക് അതിനെ ആ ഒരു ട്രാപ്പിലേക്ക് തള്ളിവിടുകയാണ്. അതായത് ഐസക്ക് സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ട്രാപ്പിൽ ആ ഒരു ജീവി പെട്ടുപോകുന്നുണ്ട്. ഈ ജീവിയെ ജീവനോട് പിടിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആർമിയെ പട്ടാളത്തിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം, പക്ഷേ അവർക്ക് തെളിവായിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. സോ അതിനുവേണ്ടി തന്നെയാണ് ജീവനോടെ അതിനെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ അതിനെ കൊണ്ടുവന്ന് ചില പരീക്ഷണങ്ങൾ നടത്തുകയും വേണം ഐസക്കിന്. എന്തായാലും ഇതിനെ ജീവനോട് പിടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും ഇതിനെ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് സെമസ് ഇപ്പോ ഐസക്കിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് ജീവിയായത്, നീയല്ലേ പറഞ്ഞത് ചെന്നായി ആണെന്ന്. പക്ഷെ ഇതിനെ കണ്ടിട്ട് ചെന്നായി
നായയുടെ ചെറിയൊരു സാമ്യം പോലും ഇല്ലല്ലോ, ഇതുവരെയായിട്ടും കാണാത്തൊരു ഭീകരജന്തു. ഈ സമയത്ത് ഐസക് പറയുന്നുണ്ട്, ശരിയാണ്, എന്താണെന്ന് അറിയാത്തൊരു ഭീകരജന്തു തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോയിട്ട് മുറിച്ചു നോക്കണം. അങ്ങനെ ആ ഒരു ജീവിയെ ഇവർ റൂമിലേക്ക് കൊണ്ടുപോയി. അതിന്റെ ആ ഒരു വയറിന്റെ ഭാഗം കീറി നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് വന്നു. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി. ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം കഴിഞ്ഞ ദിവസം കാണാതായ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് വീട്ടിലേക്ക് ആക്കി കൊടുത്ത് പിന്നീട് കാണാതായ ആ ഒരു പെൺകുട്ടി, അവളാണ് ഈ ജീവിയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത്. എല്ലാവരും അമ്പരപ്പില് ആകെ എന്താ പറയാ, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അങ്ങനെ നോക്കി നിൽക്കണം. ആ വിഷ്വൽ പൂർണ്ണമായിട്ട് കളറോട് കൂടിയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല, വയലൻസ് കൂടുതലാണ്. സോ അതിന്റെ ചില പിക്ചേഴ്സ് മാത്രം ഞാൻ വെക്കും, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. എന്തായാലും ഇതിനെ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ ഐസക് പറയാണ്, ആരും ഒന്നും ചെയ്യരുത്, കാരണം എനിക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം. എന്നാൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ കൺട്രോളിലേ അല്ല, അപ്പോഴും അവളുടെ ഉള്ളിൽ നിന്നും ആ വേര് പോലെയുള്ള സാധനങ്ങൾ മുളച്ചു വരുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടിയെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. അത് മറ്റാരുമല്ല, അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. മകളുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ആ മനുഷ്യൻ മകളെ കൊന്നുകളഞ്ഞത്. പിന്നീട് അയാൾ അവിടുന്ന് തേങ്ങി കരയാണ്. ഈ കാര്യം കണ്ട സമയത്ത് സെമസാകൻ ഞെട്ടിപ്പോവാണ്. ഐസക്കെ അപ്പൊ എന്റെ മോനും ഇതുപോലെ ആയിട്ടുണ്ടാവൂടാന്ന് പറഞ്ഞിട്ട് നെഞ്ചു പൊട്ടി കരയാണ് ആ ഒരു മനുഷ്യനിപ്പോ. എന്നാൽ ഈ നേരം ഐസക് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. സത്യം പറ, എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങളുടെ ഭാര്യ വരെ എന്നോട് എന്തോ പറയാൻ ശ്രമിച്ചായിരുന്നു, പക്ഷേ നിങ്ങൾ അതിന് അനുവദിച്ചില്ല. പല ആൾക്കാരും പല സമയത്തും പറയുന്നതും ഞാൻ കേട്ടായിരുന്നു, എന്തൊക്കെയോ ചില ശാപങ്ങളൊക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തീ മറച്ചു വെക്കുന്നതെന്ന്. എന്നാൽ ഇത് കേട്ട സമയത്ത് സെമസ് ആകെ രോക്ഷാകുലനാവുകയാണ്. നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? നിങ്ങൾ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ. ഇനി അങ്ങനത്തെ ഒരു ജീവി ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തന്നെ പിടിച്ചോളാം, കൂടുതലായിട്ട് നിന്റെ ഒരു സഹായവും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തില് സെമസ് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഐസക്കിന് ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ഇവിടെയുള്ള ആരുടെയും വായിൽ നിന്നും എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഐസക് നേരെ പോകുന്നത് സെമസിന്റെ ഭാര്യയുടെ അടുത്തേക്കാണ്. ഇസബെല്ലയോട് കാര്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ ഇസബെല്ല കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് സിനിമയുടെ ആരംഭത്തിൽ ആ ജിപ്സികളെ വംശഹത്യ ചെയ്തായിരുന്നല്ലോ, കൂട്ടക്കൊല ചെയ്തില്ലേ, ആ നേരത്തെ ഒരുപാട് പേരുടെ മൃതദേഹം വെച്ച് അവരൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഈ മൃഗങ്ങളെല്ലാം കൊന്ന് ഫോട്ടോ എടുക്കില്ലേ, അതുപോലെ ആ ഒരു ഫോട്ടോ മാത്രം മതിയായിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഐസക്കിന് മനസ്സിലാക്കാനായിട്ട്. സോ ആ ഒരു കൂട്ടക്കൊലയെ കുറിച്ച് ഐസക് ഇപ്പൊ മനസ്സിലാക്കി. അതുപോലെ അന്ന് ടോമി അവന്റെ ആ ഒരു ബോഡി പരിശോധിച്ചപ്പോൾ അവൻ അരികിൽ നിന്നും ബൈബിളിന്റെ ആ ഒരു പേപ്പർ കിട്ടിയായിരുന്നു. ചില വാക്യങ്ങളിൽ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതെന്താണെന്ന് നമ്മുടെ ഐസക്കിന് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇത്രയും ദിവസം ആരോടും ഒന്നും പറയാതിരുന്ന നമ്മുടെ ജുവാൻ എല്ലാ കാര്യങ്ങളും ഐസക്കിനോട് പറയുന്നുണ്ട്. അന്ന് പിള്ളേരെല്ലാവരും കൂടെ ഇവരിങ്ങനെ സ്വപ്നം കാണുന്ന ആ ഒരു തോട്ടത്തിലേക്ക് പോയി. ആ ഒരു നോക്കുകുത്തി പാവയുണ്ടല്ലോ, അതിന്റെ അടിഭാഗം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ, അതായത് അന്ന് മരിച്ചുപോയ ടോമി മാന്തി നോക്കി. അന്ന് ആ ഒരു പല്ല് സെറ്റ് അവന്റെ കയ്യിൽ കിട്ടി. പിന്നീട് അവന് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ടിമി തന്നെ എഡ്വാർഡിനെ കടിച്ച കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ടോമി ആ ഒരു പല്ല് സെറ്റ് എവിടെയോ ഒളിപ്പിച്ചു വെച്ചായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് പോയിട്ട് ഐസക് അത് എടുക്കുകയാണ്. ഇത് കണ്ടതോടുകൂടിയിട്ട് ഐസക്കിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ജിപ്സികൾ ഉണ്ടല്ലോ, അവരൊരു സാധാരണക്കാരേ അല്ല. അവരെ കൂട്ടക്കൊല ചെയ്യാനായിട്ട് ഒരു ടീം വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ അവർ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിച്ചോട് പ്രതികാരം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ശാപത്തിന്റെ രൂപത്തിൽ ഇങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാരങ്ങളും ഇതെല്ലാം നന്നായിട്ട് അറിയുന്ന ജിപ്സികൾ മരിച്ചതിന് ശേഷവും അവർ ഈ നാട്ടിലെ നാട്ടുകാരോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മരിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു സ്ത്രീ അവിടെ ഇട്ടിട്ട് പോയത് അത് ഒരു ചില്ലറക്കാരിയല്ലായിരുന്നു, അത് വലിയൊരു ശാപം തന്നെയായിരുന്നു. അതായത് ആ പല്ല് സെറ്റ് വെച്ച് ടോമി എഡ്വാർഡിനെ കടിച്ച സമയത്ത് അവന്റെ ശരീരത്തിനുള്ളിലേക്ക് എന്തോ ഒരു ശാപം കയറി. അതോടുകൂടിയിട്ട് എഡ്വാർഡ് ഒരു മൃഗമായിട്ട് മാറി. അതായത് ആ ഒരു ചെറിയ പയ്യൻ തന്നെ പിന്നീട് എഡ്വാർഡ് കടിക്കുന്ന ഓരോ ആൾക്കാരും ഇതുപോലെയുള്ള ബീസ്റ്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഈ നാട് മുഴുവൻ നശിക്കുന്നത് വരെ. ഈ നാടിനെ മുച്ചോട് മുട്ടിപ്പിച്ചേ ഈ ഒരു ശാപം ഒതുങ്ങുള്ളൂ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോ ഐസക് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. ഇതേ നേരം തന്നെ സെമസും ആ നാട്ടുകാരും കൂടെ ഒരുപാട് കുതിരകളും ആയുധങ്ങളുമായിട്ട് നേരെ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഐസക്കിന്റെ സഹായമൊന്നും വേണ്ട, ആ ജീവികളെ എവിടെ കണ്ടാലും വെട്ടിവെച്ച് കൊന്നില്ലാതാക്കുക. കൂടെ തന്നെ വേട്ട പട്ടികളുണ്ട് കേട്ടോ. കാട് മുഴുവനായിട്ട് മരിച്ചു പെറുക്കി, ഒന്നിനെ പോലും ഇവർക്ക് കിട്ടിയില്ല. എന്നാൽ ഇതേ നേരം തന്നെ സെമസിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. അവിടുത്തെ ജോലിക്കാരി തുണിയെല്ലാം അലക്കി അത് ആറിടാനായിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് തുണികൾക്ക് അപ്പുറത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ആ ഒരു തുണിയെല്ലാം ആറിയിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റും വീശുകയാണ്. ഉള്ളിൽ വല്ലാണ്ടൊരു പേടി അവൾക്ക് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്തിവിടെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ തുണി ഇങ്ങനെ ആറിയിടുമ്പോൾ അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കാലങ്ങനെ കാണുന്നുണ്ട്. അത് കണ്ട് വേലക്കാരി ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണാനായിട്ട് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം നിങ്ങളൊന്ന് കാണണം കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ടാം ഭാഗത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു വേണ്ട, നമ്മുടെ പുതിയ ചാനലിലാണ് രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എന്തിനാ
എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ ഒരു ചാനലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അറിയാലോ, കഴിഞ്ഞ 20 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മുടെ ചാനലിൽ 2 സ്ട്രൈക്ക് വന്നിരിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ തീർന്നു, ചാനൽ പിന്നീട് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ വേണമല്ലോ, മറ്റൊരു ചാനലും കൂടെ വേണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പറ്റുവാണെങ്കിൽ 2ാം ഭാഗം കാണുക. അതിനോടൊപ്പം തന്നെ ആ ഒരു ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.